ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ടാക്സി ഡ്രൈവറുടെ കുടുംബത്തിന് 20 ലക്ഷം വിമാനത്താവള കമ്പനി നൽകും. പരിക്കേറ്റവർക്കുള്ള 3 ലക്ഷം രൂപ വീതവും നൽകുമെന്ന് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അറിയിച്ചു. ബസന്ത് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായവും ഒപ്പം ഈ സംഭവത്തെ എങ്ങനെയാണ് ഈ കമ്പനി കാണുന്നത്? പ്രതീക്ഷ, ഇപ്പോൾ വിമാനത്താവള കമ്പനിയുടേതായിട്ട് വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിലാണ് മരിച്ച ടാക്സി ഡ്രൈവറുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിന് എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പരിക്കേറ്റവരുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, ടെർമിനൽ 1, അതായത് 1-ാം നമ്പർ ടെർമിനലിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും രാത്രി 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് സർവീസുകളെല്ലാം തന്നെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് അടക്കമുള്ളവ എല്ലാ വിമാന സർവീസുകളും ഡൽഹി വിമാനത്താവളത്തിലെ 2-ാം നമ്പർ ടെർമിനലിൽ നിന്നും 3-ാം നമ്പർ ടെർമിനലിൽ നിന്നുമായിരിക്കും ഇനി അടുത്ത 24 മണിക്കൂർ പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സ്പൈസ് ജെറ്റും അതോടൊപ്പം ഇൻഡിഗോയും നേരത്തെ തന്നെ ഈ തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ മറ്റ് സർവീസുകളും ടെർമിനൽ 2-ലേക്കും 3-ലേക്കും മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്.